ആദരപൂർവ്വം ഒരുക്കി സ്വാഗതമായിരുന്നു. ഇനിയും അടുത്ത ചില ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടി ഞാൻ മുൻ ഫോമയുടെ സെക്രട്ടറി ശ്രീമതി വി ചൗധരിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ എക്കാലവും സൂക്ഷിക്കാവുന്ന, മങ്ങാതെ മായാതെ കാത്തു സൂക്ഷിക്കാവുന്ന നല്ല നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ സ്വർഗീയ ഗായകൻ, ഈ നൂറ്റാണ്ടിൻ്റെ അനുഗ്രഹീത ഗായകൻ ദാസേട്ടൻ, അദ്ദേഹത്തിൻ്റെ അതരങ്ങളിൽ നിന്നും വിടരുന്ന സ്വർഗീയ ഗാനങ്ങൾ ഇന്ന് ഈ കേരള നഗറിൽ, ലോകത്തിലെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് സിറ്റിയായ ലാസ് വേഗസിലെ കേരള നഗറിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ആയുസ്സിൽ സൂക്ഷിക്കാവുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ് കടന്നു പോകാൻ വരുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും, 2 നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി ചന്ദ്രോദയം പുഷ്പമാല ചാർത്തി. അതിമനോഹരമായ ഗാനമാണ്. ഇവിടെ ഇപ്പോൾ 2 സ്വർണ്ണ നക്ഷത്രങ്ങൾ കണ്ടുമുട്ടുവാൻ പോവുകയാണ്. നമ്മുടെ മലയാളികളുടെ അഭിമാനമായ, ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആരാധിക്കുന്ന പത്മശ്രീ ഡോക്ടർ KJ യേശുദാസ് ഇതാ ഈ വേദിയിൽ ഒരു സ്വർണ്ണ നക്ഷത്രമായി ശോഭിക്കുന്നു. അതോടൊപ്പം തന്നെ 1931 കോഴഞ്ചേരിയിലെ മാനമണ്ണിൽ ജനിച്ച് പമ്പയാറിന്റെ ഈണങ്ങളും വള്ളപ്പാട്ടുകളും മാരാമൺ കൺവെൻഷന്റെ ഗീതങ്ങളും പഠിച്ചു വളർന്ന് 26-ാം വയസ്സിൽ ഡീക്കൻ പദവി നേടി, 44-ാം വയസ്സിൽ റംബാനച്ചനായി, 68-ാം വയസ്സിൽ സഫ്രഗൻ മെത്രാപ്പോലിത്തയായി, ഇന്ന് മർത്തോമാ സഭയുടെ പരമാധികാരിയായ മാർ ജോസഫ് മർത്തോമാ മെത്രാപ്പോലിത്ത നിങ്ങളുടെ ഇടയിൽ ആത്മീയതയുടെ അറിവിന്റെ ചൈതന്യമായി ഒരു സ്വർണ്ണ നക്ഷത്രമായി ശോഭിക്കുന്നു. അഭിമന്യ തിരുമേനിയെ നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫോമയുടെ അനിഷേധ്യനായ സാരഥി, അനിഷേധ്യനായ പ്രസിഡന്റ് ജോൺ ടൈറ്റസിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ കുസുമൻ ടൈറ്റസിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കുട്ടനാടിന്റെ MLA തോമസ് ചാണ്ടിയെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഫോമയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ സി വർഗീസ്, ജോസഫ് ഫൂസോ, ജോസി കുരിശിക്കൽ, രാജ് കുറുപ്പ്, യോഹന്നാൻ ശങ്കരത്തിൽ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫോമയുടെ ഇലക്ടഡ് പ്രസിഡന്റ് ജോൺ ഊരാളി, അതോടൊപ്പം തന്നെ ഫൗണ്ടിംഗ് പ്രസിഡന്റ് ശശിധരൻ നായർ, ഫോമയുടെ എല്ലാ നാഷണൽ കമ്മിറ്റി അംഗങ്ങളെയും ഈ മനോഹരമായ സായാഹ്നത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ബസ്കോസിലെ എല്ലാ സംഘടനകളുടെയും പ്രസിഡന്റുമാരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വയലാർജിയെ കൂടെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. 70-ാം വയസ്സിന്റെ നെറുകയിലേക്ക് നടന്നു കയറുന്ന നമ്മുടെ പ്രിയങ്കരനായ കൊച്ചിക്കാരുടെ മാത്രമല്ല, കേരളക്കരയുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചോട് നെഞ്ചിൽ ആരാധിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ദാസേട്ടനെ ഇവിടെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ ദാസേട്ടന്റെ പ്രിയതമ പ്രഭചേച്ചിയും കൂടെ ഇതില് സാക്ഷ്യം വഹിക്കുവാനായിട്ട് വിനയത്തോടെ ഈ വേദിയിലേക്ക് സ്വീകരിക്കുന്നു. മാവേലിക്കരയുടെ പൊന്നോമനപുത്രൻ MLA M മുരളിയെ കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏകദേശം മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, മറാഠി, റഷ്യൻ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, ഹിന്ദി തുടങ്ങിയവയിലായിട്ട് 40,000-ഓളം ഗാനങ്ങള് റെക്കോർഡ് ചെയ്തിട്ടുള്ള ദാസേട്ടൻ ഇന്ന് അവാർഡുകളുടെ തന്നെ ഒരു പെരുമ്പഴ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരളത്തിലെ കേരള അവാർഡ്, നാഷണൽ അവാർഡുകള്, അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റിൽ നിന്നും
കിട്ടിയ ഏറ്റവും പരമോന്നത ബഹുമതിയായ പത്മശ്രീ അവാർഡ് വരെ അദ്ദേഹത്തെ തേടിയെത്തും. നമ്മുടെ ബഹുമാനീയനായ അഭിമന്യ തിരുമേനി നിങ്ങളുടെ എല്ലാം അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടി ഇതാ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. താങ്ക് യു. അഭിമന്യ തിരുമേനി 2 വാക്കുകൾ ദാസേട്ടന് വേണ്ടി പറയും. 70ലേക്ക് പ്രവേശിക്കുന്ന പത്മശ്രീ യേശുദാസിന് എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഞാൻ 80ലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി പ്രഭ ഞങ്ങൾ ഒരു രക്തം തന്നെയാണ്, ചർച്ചയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ആശംസകളും യേശുദാസിന്റെ കുടുംബത്തിനും ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് ഇറ്റ്. ഭാരതം ഒന്നുകൂടെ പുനർചിന്തിക്കട്ടെ. ഞാൻ പ്രവാസി മന്ത്രിയുടെ നേരത്തെ മുന്നിൽ തന്നെ പറയുന്നു, അദ്ദേഹം ഒരു ഭാരതരത്നമായിട്ട് അഭിഷേകം ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവര്, ശ്രീ യേശുദാസ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ ബഹുമതിയും അദ്ദേഹം ഉയർച്ചയുടെ ഓരോ കൽപ്പനവും ചവിട്ടിക്കാരുമ്പോഴൊക്കെ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്ന കേരളത്തിലെ ജനങ്ങളിൽ ഒരുവനാണ് ഞാൻ. അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഈ നഗരത്തിൽ വന്ന് നമ്മളെല്ലാവരെയും ആനന്ദസാഗരത്തിൽ ആറാടിക്കാനുള്ള വലിയ അവസരമാണ്. അദ്ദേഹത്തിന് എല്ലാവിധമായ സ്വാഗതവും ഞാൻ ആശംസിക്കുന്നു. കാരുണ്യവാനായ ജഗദീശ്വരൻ, നിങ്ങളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മഹത് ജനങ്ങളുടെ പേരിലും എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. എല്ലാത്തിനും കാരണക്കാരൻ അവൻ തന്നെയാണ്. ഇതിനെല്ലാത്തിൻ്റെ ഉടമയും അവൻ തന്നെയാണ്. ആ ഒരൊറ്റ വിശ്വാസത്തിൽ കൂടിയാണ് ഇന്ന് വരെ അടിയൻ പോയിട്ടുള്ളത്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങളെല്ലാവരും എന്നെ മാനിക്കുന്നത്. അവനെ മാനിക്കുന്നതിന് വേറൊരു വഴി എന്നെ നിങ്ങളൊരു ദാസനായിട്ട്, അവൻ്റെ ദാസനായിട്ട് കരുതിക്കൊണ്ട് ചെയ്യുന്നത് മാത്രമാണ്. ആ നന്ദി എന്നും എനിക്കുള്ളതാണ്. എൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ നിങ്ങളാണ് കാരണക്കാർ. അതിനെല്ലാം ഞാൻ ഒന്നുകൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ വന്ന പിതാവിന്, ഞങ്ങൾ പ്രത്യേകിച്ച് പ്രഭയുടെ കുടുംബത്തിൽ ചേർന്ന അദ്ദേഹത്തിന് ഈ സംരംഭത്തിൽ എന്നെ ആശീർവദിക്കാനും എന്നെ അനുഗ്രഹിക്കാനും എത്തിയതിനും അദ്ദേഹത്തിനും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും ആരോഗ്യവും ബുദ്ധിയും എല്ലാം ആയുസ്സും എല്ലാം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞങ്ങളെ കൊണ്ടൊക്കുന്ന വിധത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും ആശീർവാദവും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. താങ്ക് യു ദാസേട്ട. അമേരിക്കൻ മലയാളികളുടെ എല്ലാം നാമത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ദാസേട്ടന് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു 100 വർഷം കൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.